എല്ലാവർക്കും ഓഫറിലേക്ക് സ്വാഗതം. നമുക്കിന്ന് WazirXൽ എങ്ങനെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഇക്വിറ്റി മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഫോൾ വന്നതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലും നല്ലൊരു ഇടിവ് വന്നായിരുന്നു. ഏകദേശം 50% ഒരു ഇടിവ് നമുക്കിവിടെ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ക്രിപ്റ്റോ കറൻസികൾ മേടിച്ച് കുറച്ച് അധികം നാളത്തേക്ക് ഹോൾഡ് ചെയ്യാനാണെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിന്റെ വളരെ ഒരു കുറഞ്ഞ ശതമാനം അല്ലെങ്കിൽ 10-5% ക്രിപ്റ്റോ കറൻസികൾ മേടിക്കുകയാണെങ്കിൽ അത് ഭാവിയിലോട്ട് നല്ലൊരു കാര്യമായിരിക്കുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്റെ ഫേവറേറ്റ് കറൻസികൾ ഏതാണെന്ന് വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിലും നമുക്ക് മൊബൈലിലും ഈ സെയിം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഴെ വലതുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫണ്ട്സിലോട്ട് നമുക്ക് പോകാം. അപ്പൊ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റുപ്പീസ് കിടപ്പുണ്ട്, INR നമ്മുടെ അവൈലബിൾ ബാലൻസ് ഒക്കെ നമുക്ക് കിടപ്പുണ്ട്. ഇപ്പൊ ടോട്ടൽ ബാലൻസ് എന്ന് പറയുന്നത് 42 രൂപയാണ്. ഏകദേശം മൈനസ് ബാലൻസിലാണ് കിടക്കുന്നത്, -42 കിടക്കുന്നത്. അപ്പൊ അതിനടുത്ത് തന്നെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോ. നമുക്ക് മൊബൈലിലാണെങ്കിൽ അതിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റും ഡെപ്പോസിറ്റ് വിഡ്രോ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഡെപ്പോസിറ്റ് എടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻസ് വരും. ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള 3 ഓപ്ഷൻ വരും. ഓരോ ഓപ്ഷനും അതിന്റെ കമ്മീഷനിൽ വ്യത്യാസമുണ്ട്, പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. അപ്പം അത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അല്ലെങ്കിൽ ഏറ്റവും കമ്മീഷൻ കുറഞ്ഞ മാർഗവും പറഞ്ഞു തരാം. ആദ്യത്തേത് ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ് നെറ്റ് ബാങ്കിങ് വഴി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമം 100 രൂപയായിരിക്കണം, മാക്സിമം 4,99,000 രൂപയാണ് ഒരു ട്രാൻസാക്ഷനിൽ സാധിക്കുക എന്നാണ്. ഡെയിലി ലിമിറ്റ് നോ ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരിക 47 രൂപ 20 പൈസയാണ്. എന്നിരുന്നാലും ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പോഴും എനിക്ക് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷനിൽ 25,000 രൂപ മാത്രമാണ്. അതിനും കൂടുതൽ എനിക്ക് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നത് ഒരു ദിവസം ഈ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റും രണ്ടാമത്തെ പ്രാവശ്യം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് എക്സീഡ് ആയെന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 25,000 രൂപ മാത്രമാണ് ഇതിൽ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ റെക്കോർഡ് ചെയ്ത ദിവസം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വാലറ്റ് ട്രാൻസ്ഫർ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബിക്വിക്ക് പോലെയുള്ള UPI ആപ്പ് വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള കമ്മീഷൻ കൂടുതലാണ്. ഈ ആദ്യത്തെ ഓപ്ഷൻ അപേക്ഷിച്ച് ഇതിന് കമ്മീഷൻ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എമൗണ്ട് ജസ്റ്റ് ഒരു 1000 രൂപ അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഈ ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്ക് 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി മൊബിക്വിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കാണിക്കും 17 രൂപ 70 പൈസയാണ് കമ്മീഷൻ. അതായത് ഓരോ 1000 രൂപയ്ക്കും 17 രൂപ 70 പൈസയാണ് കമ്മീഷൻ വേണ്ടത്. അതായത് നമുക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 1770 രൂപയാവും ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ക്രിപ്റ്റോ മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനത് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയെങ്കിലും ഇതും ഫെയിൽ ആവുകയാണ് ചെയ്തത്. ഇതും ട്രാൻസ്ഫർ നടന്നിട്ടില്ല. അതിനെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് വളരെ നല്ലത്. കാരണം നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് മാത്രമല്ല 25,000 രൂപയ്ക്ക് 47 രൂപ 20 പൈസയെ കമ്മീഷൻ ആവുള്ളൂ എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്താലും. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്താൽ ഏകദേശം നമുക്ക് ഒരു 200 രൂപ താഴെ നമുക്ക് ഇവിടെ കമ്മീഷൻ ടോട്ടൽ വരുന്നുള്ളൂ. ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഇത് WazirX P2P ട്രാൻസ്ഫർ ആണ്. ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളിവിടെ USDT മേടിച്ചിട്ട് ഇവിടെ സെല്ലേഴ്സ് ഉണ്ടാവും മാർക്കറ്റിൽ, വേറെ മറ്റുള്ള സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ USDT മേടിച്ചിട്ട് നമ്മൾ പൈസ നമ്മുടെ ഫണ്ട് അവരുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ WazirX USDT നമ്മുടെ അക്കൗണ്ടിലോട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് വളരെയധികം പൈസ കൂടുതലാണ്. കാരണം നമ്മളൊരു 80 രൂപയുടെ USDT ആണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു 82-83 രൂപ കൊടുക്കേണ്ടി വരും ഒരു USDT മേടിക്കണമെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്കൊക്കെ മേടിക്കണമെങ്കിൽ വളരെയധികം കമ്മീഷൻ നഷ്ടമാണ്. പിന്നെ ഈ പ്രോസസ്സ് ഇതിന് മുകളിലുള്ള പ്രോസസ്സുകളെക്കാളും കുറച്ച് കോംപ്ലിക്കേറ്റഡുമാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ് നെറ്റ് ബാങ്കിങ് വഴിയാണ്. അപ്പോൾ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഓൾറെഡി ഇവിടെ ബാങ്ക് ലിങ്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുവാണെങ്കിൽ നമ്മുടെ പേയ്മെന്റ് ഓപ്ഷൻ, നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അതിന്റെ താഴെ നമുക്ക് എമൗണ്ട് എൻട്രി ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 25,000 രൂപ എൻട്രി ചെയ്തു. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ നമുക്ക് എല്ലാ ബാങ്ക് വഴി നമുക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സി സപ്പോർട്ടഡ് ബാങ്ക്സ്. ഏതൊക്കെ ബാങ്കുകളാണ് ഈ ഇന്റർനെറ്റ് ബാങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 13 ബാങ്കുകളുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്ക്, പിന്നെ താഴേക്ക് ധനലക്ഷ്മി, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, താഴേക്ക് പിന്നെ നമ്മുടെ ലക്ഷ്മി വിലാസ് ബാങ്ക്, IDFC, PNB. അപ്പൊ ഇതുപോലെ ടോട്ടൽ ഒരു 13 ബാങ്കുകളുണ്ട്. ഇത് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് 25,000 രൂപ എന്റെ ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഇനി അതിലോട്ട് റീഡയറക്റ്റ് ആവും. നമ്മൾ ഇത് ക്ലിക്ക് ആയി കഴിയുമ്പോൾ അതിലോട്ട് റീഡയറക്റ്റ് ആവും. നമ്മൾ അവിടെ ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് അവിടെ എൻ്റർ ചെയ്യുക.
അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ട്രാൻസാക്ഷൻ ഡേറ്റ് 26/1/2022. എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൂടാതെ 47 രൂപ 20 പൈസ നമ്മുടെ കമ്മീഷനും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് പിടിക്കുന്നത്. ബാങ്കിന്റെ നമ്മുടെ ഹോൾഡറിന്റെ പേര് കാണിക്കും, ഏത് ബാങ്കാണ് കാണിക്കും. അതിനുശേഷം നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഇത് ഫൈനൽ കൺഫർമേഷൻ ആണ്. നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ OTP അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ OTP എൻ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ബാലൻസ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, അപ്ഡേറ്റ് ആയിട്ടുണ്ട് 24,958 രൂപ. ഇത് വരാൻ കാരണം 25,000 കാണിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് മൈനസ് ബാലൻസ് 42 രൂപ ഉള്ളതുകൊണ്ടാണ് 24,958 കാണിക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് 25,000 രൂപ 25,047 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ആവും. നമുക്ക് അതിൽ 25,000 രൂപ നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ആവും. 47 രൂപ കമ്മീഷൻ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ആവും. എത്ര രൂപയാണ് നിങ്ങൾ 1000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 1000 രൂപയ്ക്കും ഈ സെയിം കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യണമെങ്കിലും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. വിഡ്രോയില് ഈ 2 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച്, കാരണം ഇതിന് ട്രാൻസാക്ഷൻ ചാർജ് ആദ്യത്തേന് 10 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തേന് 5 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്ന് ഇൻസ്റ്റന്റ് വിഡ്രോവലും ഒന്ന് നെഫ്റ്റ് വിഡ്രോവലും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്റെ ഫേവറേറ്റ് കോയിൻസ് ഏതാ നമുക്ക് നോക്കാം. ഇനി ആരെങ്കിലും WazirXൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് WazirXൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി എന്റെ ഫേവറേറ്റ് കോയിൻസ്, അല്ലെങ്കിൽ ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ചധികം നാളത്തേക്ക് വേണ്ടിയിട്ട് മേടിച്ചിടാൻ ഉദ്ദേശിക്കുന്ന കോയിൻസ് എന്ന് നോക്കിയാൽ ആദ്യത്തേത് മാറ്റിക് ആണ്, രണ്ടാമത്തേത് സൊലാന എന്ന് പറയുന്ന കോയിനാണ്, മൂന്നാമത്തേത് സാൻഡ് ബോക്സ് ആണ്. ഇത് മെറ്റാവേഴ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാലാമത്തേത് അവാക്സ് ആണ്. അപ്പോൾ ഈ 4 കോയിൻസ് ആണ് ഞാൻ മേടിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കോയിൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പിന്നീടുള്ള വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് 4ഉം കുറച്ച് അളവിലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാപിറ്റലിന്റെ വളരെ ചെറിയൊരു അംശം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ 4 നമുക്ക് മേടിച്ചിടാൻ പറ്റുമെങ്കിൽ 4ഉം അല്ലെങ്കിൽ 2ഓ 3ഓ എങ്കിലും മേടിച്ചിടാൻ പറ്റിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്രയും പൈസ താഴ്ന്നു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടിയിരിക്കുകയാണ്. അപ്പം ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.